നമസ്കാരം. സഖാവ് പി കൃഷ്ണപിള്ള ഒരിക്കൽ ഹരിദ്വാറിലെ ഒരു സത്രത്തിൽ തലമുണ്ടനം ചെയ്ത് ശിഖ വെച്ച് പൂണൂലിട്ട് രഹസ്യമായി താമസിച്ചിരുന്നു. പരിചയക്കാരോ കൃഷ്ണപിള്ളയെ തിരിച്ചറിഞ്ഞു. എന്തിനീ ശിഖയും പൂണൂലുമെന്ന ചോദ്യത്തിന് പി കൃഷ്ണപിള്ള പറഞ്ഞത്, ധർമാലയത്തിൽ നിന്നും ചക്കാത്തിന് ശാപ്പാട് തരപ്പെടണമെങ്കിൽ ബ്രാഹ്മണനാകണം എന്നായിരുന്നു. പി കൃഷ്ണപിള്ളയെ പറ്റിയുള്ള ജീവചരിത്രത്തിൽ നമുക്കിത് വായിക്കാവുന്നതാണ്. ഇങ്ങനെ പട്ടിണി കിടന്നും ധർമ്മക്കഞ്ഞി കുടിച്ചും ചെരുപ്പിടാതെ നടന്നും കാറിൽ കയറാതെ യാത്ര ചെയ്തും ബഷീറിൻ്റെ കയ്യിൽ നിന്നും ബീഡി കട്ടെടുത്ത് വലിച്ചും ജീവിച്ച ഒരു സഖാവ് ഉണ്ടായിരുന്നു റഹീമെ കേരളത്തിൽ. സഖാക്കളെ മുന്നോട്ട് എന്ന് എഴുതി വച്ചിട്ടാണ് കൃഷ്ണപിള്ള വിഷം തീണ്ടി മരിച്ചത്. കട്ട സഖാക്കളെ മുന്നോട്ട് എന്നായിരുന്നില്ല കൃഷ്ണപിള്ള എഴുതിയത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നാടിനു വേണ്ടി നിരാഹാരമിരുന്ന നമ്മുടെ മുഖ്യൻ്റെ ത്യാഗോജ്വലമായ ജീവിതം കണ്ടപ്പോഴാണ് കൃഷ്ണപിള്ളയെ വീണ്ടും ഓർത്തുപോയത്. സകല അടിമക്കമ്മികളും അവരുടെ ഫേസ്ബുക്ക് പേജിൽ തള്ളിമറിക്കുകയാണ് ആ സത്യഗ്രഹത്തിൻ്റെ മഹത്വങ്ങൾ. PR വർക്കിൻ്റെ ഭാഗമായി മുഖ്യൻ പിടിച്ച ചായക്കപ്പിലെ എഴുത്താണ് സഖാക്കളെ ഉൾപ്പുള്ളകം കൊള്ളിക്കുന്നത്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്. AKG സെൻറ്ററിലിരിക്കുന്ന കിണറേഷ് കുമാറിൻ്റെ PR ബുദ്ധിയുടെ മികവാണിത്. സത്യഗ്രഹത്തിൽ ചായ കുടിച്ച മുഖ്യൻ അതിജീവിതയ്ക്ക് നൽകിയ പിന്തുണയാണത്രേ ആ കപ്പിലെ സന്ദേശം. ഇടതുപക്ഷക്കാരനാണെങ്കിലും ഈ മുഖ്യൻ ഇടത് കൈകൊണ്ട് ചായക്കോപ്പ ചുണ്ടിൽ വയ്ക്കുന്നത് ഇന്നുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇന്നലെ അദ്ദേഹം ഏറെ ക്ലേശിച്ച് ആ പണി ചെയ്തു. വലത് കൈകൊണ്ട് ഈ ചായക്കപ്പ് പിടിച്ചാൽ എഴുത്തിൻ്റെ ഫോട്ടോ കിട്ടാതെ വരും, കപ്പ് തിരിഞ്ഞു പോകും. രാത്രി മുഴുവൻ PR വർക്കുകാർ മുഖ്യന് റിഹേഴ്സൽ നൽകി കാണണം ഇതൊന്ന് ശരിപ്പെടുത്തിയെടുക്കാൻ. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യമെന്ന് പറയും പോലെ എണ്ണ കാലിലും തൂക്കാം, വയറും നിറയും. മോദിക്കെതിരെ ഉപവാസ സമരം എന്ന പേരും അതിജീവിതയ്ക്ക് പിന്തുണയും. കഥയിൽ ആദ്യം പറഞ്ഞ കൃഷ്ണപിള്ളയെ പരാമർശിച്ചത് സഖാക്കൾ പണ്ട് പട്ടിണി കിടന്ന കാര്യം പറയാനാണ്. സഖാവ് ഡബിൾ എയർ റഹീം ഉൾപ്പെടെ സകല നേതാക്കളും മന്ത്രിമാരും കമ്മികളും ബുദ്ധിജീവികളും പാടി പുകഴ്ത്തുന്നത് കേട്ടാൽ ആരും തരിച്ചിരുന്നു പോകും. ഒരു പകൽ മുഴുവൻ തെരുവിൽ കേരളത്തിനായി നമ്മുടെ മുഖ്യമന്ത്രി ഇരുന്നു പോലും. ഉച്ചഭക്ഷണം പോലും അദ്ദേഹം ഉപേക്ഷിച്ചു കളഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരായ മഹാസമരം നമ്മൾ തുടരും. ആ ബ്രിഡ്ജാസിനോടും തിരുതത്തോമയോടും വിളിച്ചു പറലുട്ടാപ്പിക്ക ഞങ്ങളുടെ മുഖ്യമന്ത്രി തീറ്റയെടുക്കുന്നില്ല എന്ന്. പാവമുഖ്യൻ ഒരു ദിവസത്തെ ഉപവാസം കൊണ്ട് കോലം കെട്ടുപോയി. ഇടതുകൈയിലെ കപ്പിൽ ബദാം ജ്യൂസ് ആയിരുന്നോ കുങ്കുമപ്പൂ വിട്ട നറും പാലായിരുന്നോ? ഒറ്റ ദിവസത്തെ പട്ടിണി കൊണ്ട പാവം മുഖ്യൻ സൊമാലിയക്കാരെയും ഗാസയെയും തുർക്കിയെയും വരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എന്നുകൂടി പറ റഹീമേ. ഇനിയൊരു ആഗോള അതിജീവിത കോൺക്ലേവ് കൂടി തെരുവിൽ നടത്തണം. പിണറായി പട്ടിണി ഇരുന്ന് പോലും ആർക്കു വേണ്ടിയാണ്? നമ്മൾ പ്രജകൾക്ക് വേണ്ടി. സാരമില്ല, 10 വർഷം കൊണ്ട് നിർത്താതെ തീറ്റയും വിരുന്നും ഭക്ഷ്യമേളയുമായിരുന്നില്ലേ? മകരവിളക്കിന് മുമ്പ് ധനുമാസത്തിലെ ചോദ്യനാളിൽ ഒരു നേരം ഉപവാസമിരുന്നാൽ അയ്യപ്പ കോപം മാറുമെന്ന് ഗോവിന്ദൻ കണ്ട ഏതെങ്കിലും ജ്യോത്സ്യൻ ചാർത്തെഴുതി കൊടുത്തിട്ടുണ്ടാകും. ഒന്നും കാണാതെ ബാപ്പ പള്ളിയിൽ പോകില്ല. ഞായറാഴ്ചയായിരുന്നു ഈ സത്യഗ്രഹമെങ്കിൽ മുറജപം കാണാൻ തിരുവനന്തപുരത്ത് വന്ന അമിത്ഷായും ഈ ഉപവാസ പരിപാടി കാണുമായിരുന്നു. പാളയം വഴി പോകുന്ന അമിത്ഷാ പിണറായി പട്ടിണിയിരിക്കുന്നതിൻ്റെ നേർചിത്രം മോദിയോട് ചെന്ന് പറയുമായിരുന്നു. എന്നിട്ട് അവർ തമ്മിൽ തലതല്ലി ചിരിച്ചു മറിഞ്ഞേനെ. കേന്ദ്രം കാശ് തരാത്തതിന് പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിലാണോ പിണറായി സത്യഗ്രഹിക്കേണ്ടത്? ദില്ലിയിൽ ഒന്നുകൂടി പോകരുതായിരുന്നോ മുഖ്യ? പോകില്ല. കാരണം CPMന് ഡൽഹിയിൽ വോട്ടില്ല, കേരളത്തിലാണത്. കേന്ദ്രവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയല്ലേ തിരുതയെ ക്യാബിനറ്റ് റാങ്ക് നൽകിയും ബ്രിഡ്ജാസിനെ പാലമായും അവിടെ വെച്ചിരിക്കുന്നത്? എന്നിട്ടും പിണറായിക്ക് ഒരു നേരം പട്ടിണി കിടക്കേണ്ടി വരിക എന്ന് വെച്ചാൽ അതൊരു കഷ്ടം തന്നെയാണ്. അതും 80 കഴിഞ്ഞ ഒരു വൃദ്ധൻ. പെറ്റതള്ളയോട് പിണങ്ങിപ്പോലും പിണറായി വിജയൻ ഈ ജന്മത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ടാകില്ല. ഭരണം തീരാൻ 2 മാസം ശേഷിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു വയോവൃദ്ധൻ നടത്തുന്ന സഹന സമരം അപാരം തന്നെ. പിണറായി സർക്കാരിൻ്റെ തൂർത്തിന് മോദി കാശ് കൊടുക്കാത്തതിനും തെറി പ്രതിപക്ഷത്തിനാണ്. പിണറായി വിജയൻ്റെ കൂടെ പ്രതിപക്ഷം സമരത്തിന് ചെന്നില്ല. എന്നാൽ ഒരു സദ്യ കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചാട്ടെ സതീശൻ റെഡിയാണ്. അല്ല പിണറായി, ആ വെള്ളാപ്പള്ളിയെ കൂടി എന്താ സത്യഗ്രഹത്തിന് വിളിക്കാതിരുന്നത്? നാട് മുടിഞ്ഞ് കുത്തുവാള എടുത്താലും വേണ്ടില്ല, കമ്മികൾക്ക് നാറിയ കഥകളുടെ വിഴുപ്പുകൾ മാത്രം മതി. ഇടതു കൈയിൽ പിടിച്ച് അതിജീവിതകൾക്ക് ഒരു കപ്പ് പിന്തുണ നൽകുന്ന ഈ മുഖ്യനാണ് PT കുഞ്ഞയഞ്ഞത് എന്ന സാംസ്കാരിക ആഭാസനെതിരെ കയ്യിൽ കിട്ടിയ ഒരു പരാതി 13 ദിവസം കക്ഷത്തിൽ കൊണ്ടു നടന്നത്. രാഹുലിനെതിരെ ക്യൂബയിൽ നിന്നോ കാനഡയിൽ നിന്നോ ഇമെയിലിൽ പരാതി വന്നാൽ ഒറ്റ രാത്രി കൊണ്ട് അറസ്റ്റ് ഉണ്ടാകും. പിണറായി ഒരു ദിവസം ഉണ്ണാവൃതമിരുന്ന കഥ പറഞ്ഞ പുളകം കൊള്ളുന്ന കമ്മികളെ. ഉറക്കമില്ലാതെ നാടുനീളെ നടന്നും എവിടെയെങ്കിലും ആൾക്കൂട്ടത്തിൽ നിന്ന് കിട്ടുന്നത് കഴിച്ചും
ജനസമ്പർക്ക പരിപാടി നടത്തുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്. ഉമ്മൻചാണ്ടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ മുഖ്യൻ ഒരു പകൽ മുഴുവൻ തെരുവിലിരുന്ന് ഒരുപാട് പേരെ ചുറ്റിനും പട്ടിണിയിരുത്തി. RSSൻ്റെ ആടയാഭരണങ്ങൾ കോൺഗ്രസ് അണിയുന്നു പോലും. അവരാടയാഭരണം അണിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ RSSൻ്റെ അടിവസ്ത്രവും ആത്മാവും അണിയുന്നു. പിണറായി വിജയൻ പാളയത്ത് പട്ടിണിയിരിക്കുന്നത് കണ്ട് കഷ്ടം തോന്നിയ മോദിജി രാത്രി തന്നെ നിർമ്മലാ സീതാരാമനെ വിളിച്ച് 2000 കോടി പിണറായിയുടെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു പോലും. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റാത്ത ഇടതുപക്ഷത്തിൻ്റെ വീരഗാഥകളൊക്കെ പിണറായിക്ക പറയുന്നത് കേട്ടാൽ പാളയത്തെ രക്തസാക്ഷികൾ വരെ മടലെടുക്കും. 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ലത്ര ഇടതുപക്ഷം. ഇത് കേരളം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ആരെ പിടിച്ചാൽ വോട്ട് പെട്ടിയിൽ വീഴുമോ അവരുടെ എല്ലാം തോളിൽ കൈയിടും. രഹസ്യ ചർച്ച നടത്തും, കാറിൽ കയറ്റും, തന്ത്രത്തിനൊരു സീറ്റ് വിട്ടുകൊടുക്കും, ഒറ്റിക്കൊടുക്കും. പിണറായി ആരുടെ വോട്ടിലാണ് ആദ്യമായി നിയമസഭ കണ്ടത് എന്നുകൂടി പറഞ്ഞു തരാമോ? മുഖ്യമന്ത്രി ഒരു ദിവസം മുഴുവൻ തെരുവിലിരുന്ന കഥ പറയുന്ന കുന്തക്കാരൻ ഡബിൾ എ റഹീമെ മേക്ക് എ ഓഡിറ്റ്. ജലപാനമില്ലാതെ തലമുണ്ടനം ചെയ്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ സത്യഗ്രഹം നടത്തിയത് 250 ദിവസമാണ്. ഒരു 100 രൂപ കൂട്ടിത്തരണേ യജമാനെ എന്ന് യാചിച്ചപ്പോൾ നിങ്ങൾ അവരെ വിളിച്ചത് പാട്ടകിലക്കിയ തീവ്രവാദി എന്നൊക്കെ ആയിരുന്നു. എന്തായാലും റഹീമിൻ്റെ പോസ്റ്റിന് 14,000 തെറിയാണ് കിട്ടിയിട്ടുള്ളത് കമൻ്റായി. മുഖ്യൻ ഭക്ഷണം ഉപേക്ഷിച്ചാൽ എന്താ, റഹീമിൻ്റെ വയറ് നിറഞ്ഞല്ലോ ശരിക്കും. പണമുണ്ടാക്കാൻ 10 കൊല്ലം മോദിയുടെ കയ്യിൽ ഞാന്നും നിർമ്മല മാഡത്തിന് പാദനമസ്കാരം ചെയ്തും മോദി നീട്ടിയ സർവ്വകടലാസിലും ഒപ്പിട്ട് കൊടുത്തും അദ്ദേഹം ഇങ്ങനെ നടന്നു. അങ്ങനെ നിറം മാറിയ വിജയനേത അവസാന ലാപ്പിൽ ഉഡായിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്, ഇടതു കൈയിലെ ചായക്കപ്പും മൂൺഷോയുമായി. ഇനി അതല്ല, മുഖ്യൻ അത്രയങ്ങ് വിശന്നെങ്കിൽ DYFയുടെ ദേശാഭിമാനിയിൽ പൊതിഞ്ഞ പൊതിച്ചോറ് കൊണ്ടുപോയിക്കോട്. മറക്കരുത്, സ്രാവ് വറുത്തത് നിർബന്ധം. രാഹുൽ അകത്ത് പോയതോടെ ഇനി അതിൻ്റെ പേരിലുള്ള ആഹ്ലാദങ്ങൾക്കും വലിയ പ്രസക്തിയില്ല. ഒരുത്തിന് അകത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ ആവേശവും ആറിത്തണുക്കും. നിങ്ങൾ പറഞ്ഞ കള്ളക്കഥകൾ ശരിയാണെങ്കിൽ അതിജീവിതകളുടെ ഇനിയുള്ള ഭ്രൂണങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലെ ഫ്രീസറിലിരുന്ന് ഐസാവുകയായിരിക്കും. പകലത്തെ സമരമെല്ലാം കഴിഞ്ഞ് വെള്ളാപ്പള്ളിയെയും കൂട്ടി മാരാർജി ഭവനിൽ പോയിരുന്ന് വിരുന്നുണ്ടെന്ന പിണറായി വിജയനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മുടെ വിപ്ലവ മുത്തച്ഛൻ പട്ടിണി കിടക്കുക മക്കളെ, നമ്മുടെ നാടിനു വേണ്ടി. ഇങ്ങനെ പറഞ്ഞ് സെൻറ്റി അടിച്ച് 3-ാം തവണ കൂടി വരാമെന്നാണ് കാർന്നോരുടെ വിചാരം. കയ്യിലിരിക്കുന്ന കപ്പിൽ വെറുതെ കടിച്ച് ഇരിക്കാമെന്നേ ഉള്ളൂ. 9 വർഷം 9 മാസം വയറ് നിറച്ച് തട്ടിയും പൗരപ്രമുഖരെ വിരുന്നൂട്ടിയും നടന്നിട്ട് ഒടുവിൽ ഇറങ്ങിയിരിക്കുകയാണ് പട്ടിണി സമരവുമായി. റഹീമിനോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊരു അന്താരാഷ്ട്ര നിലവാരമുള്ള കോമാളിയാണെന്ന് കേരളത്തിലെ മാത്രമല്ല ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമായിരുന്നു കർണാടകയിൽ കണ്ടത്. അങ്ങയുടെ കീഴിലുള്ള DYFയുടെ അവസ്ഥയപ്പോൾ എത്ര കടുകഠോരമായിരിക്കും. മനുഷ്യൻ്റെ അധികാര കൊതിക്കൊക്കെ ഒരറുതി വേണം. വയസ്സ് 80 പിണറായിക്ക്. പിച്ച വെച്ചാണ് നടക്കുന്നത്. എവിടെയെങ്കിലും തട്ടി വീണാൽ അതിൻ്റെ ചികിത്സാ ചെലവും നമ്മൾ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് വീഴല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജനം കാത്തിരിക്കുന്നത്. 16 വർഷം പാർട്ടിയെ ഭരിച്ചു. 10 വർഷമായി സർക്കാരിനെയും പാർട്ടിയെയും ഒന്നിച്ചു ഭരിക്കുന്നു. ഇനി 5 വർഷം കൂടി മുഖ്യമന്ത്രിയാകാനിരിക്കുകയാണ്. ആട്ടെ, പാർട്ടി തോറ്റാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുമോ? അതിന് വേറെ ആളെ നോക്കണം. പകരം വയ്ക്കാൻ ആളില്ലെങ്കിൽ അത് പിണറായിയുടെ പരാജയമല്ല റഹീമേ. ഒരു മനുഷ്യൻ്റെ മൂലാധാരം മുതൽ മൂർധാവ് വരെ പൂവിട്ട് പൂജിച്ച് നടക്കുന്ന നിങ്ങൾ ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചതിൻ്റെ ഫലമാണത്.